കേരള ക്രിക്കറ്റ് ലീഗ് ഒന്നാം സീസണിലും പെരുന്നാട് സ്വദേശി എ.ജി. അമൽ കൊല്ലത്തിനായി കളത്തിലിറങ്ങും. KCL ആദ്യ സീസണിലെ കളിമികവിലും വീണ്ടും വാതിൽ തുറന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 21 ആരംഭിക്കുന്ന രണ്ടാം സീസണിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമൽ. പ്രഥമ KCL ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിൽ അമൽ നിർണായക പങ്കുവഹിച്ചു. ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ നേടിയ 2 വിക്കറ്റ് ടീമിന് കരുത്തേകി. ഫിനിഷറായി ബാറ്റിംഗിനിറങ്ങുന്ന ഈ 27-കാരൻ ഓൾറൗണ്ടർ 3 കളിയിൽ നിന്ന് 43 റൺസാണ് അടിച്ചുകൂട്ടിയത്. 10ാം വയസ്സിൽ കൊല്ലത്തെ GCC ക്ലബിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് NSK ട്രോഫിയും ക്ലബ് ചാമ്പ്യൻഷിപ്പും അടക്കം നിരവധി ടൂർണമെന്റുകളിൽ അമൽ നിറഞ്ഞാടി. സ്കൂൾ തലത്തിൽ അഞ്ചാലമൂട് GSSനായും കേരള യൂണിവേഴ്സിറ്റിക്കായി 3 കൊല്ലവും മൈതാനത്തിറങ്ങി. 2016, 2017, 2018 വർഷങ്ങളിലായിരുന്നു യൂണിവേഴ്സിറ്റിക്കായി ജേഴ്സി അണിഞ്ഞത്. നിലവിൽ ഏരീസ് പട്ടവടി ക്രിക്കറ്റ് ക്ലബിന്റെ വൈസ് ക്യാപ്റ്റനാണ്. ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് കൊല്ലം ഏരീസ് സെയിലേഴ്സിൻ്റെ ഭാഗമായിട്ട് തിരിച്ചെത്താൻ പറ്റിയത്. അതായത് ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ സച്ചിൻ ചേട്ടനോടാണ്. സച്ചിൻ ചേട്ടനാണ് ഞങ്ങളുടെ ടീമിലോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്നൊരു തീരുമാനം എടുത്തത്. അതേപോലെ ശ്രീശാന്ത് ഏട്ടൻ, നമ്മുടെ ഓണർ പ്രഭുരാജ് ഏട്ടൻ, പിന്നെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ സപ്പോർട്ട്, വൈഫിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും അച്ഛൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ഉണ്ടായ സപ്പോർട്ട് എല്ലാം വളരെ വലുതാണ്. ചേട്ടൻ അവരെല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും. അപ്പം തിരിച്ച് ഈ ടീമിൻ്റെ ഭാഗമായിട്ട് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ഞങ്ങളുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 8-ാം തീയതി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അത് വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. പ്രഥമ സീസൺ പോലെ തന്നെ ഇത്തവണയും കൊല്ലത്തേക്ക് കപ്പെത്തിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അമൽ. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബ്ബിൽ KCA പുതിയതായി സ്ഥാപിച്ച LED ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിലാണ് ഇത്തവണത്തെ ലീഗ് മത്സരങ്ങൾ നടക്കുക. പെരുന്നാട് അഖിൽ ഭവനിൽ അനിൽകുമാറാണ് അമലിന്റെ അച്ഛൻ. അമ്മ ഗീത 2023 അസുഖം ബാധിച്ച് മരിച്ചു. സഹോദരൻ അഖിൽ ആർമിയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.